ആരുമില്ലാത്തവർക്ക് അത്താണിയായി തീർന്ന ക്രിസ്തുനാഥന്റെ അതേ പാത പിന്തുടർന്ന് വചനത്തിനെ സാക്ഷിയായി ജീവിക്കുന്ന തിരുകുടുംബ സന്യാസിനി സമൂഹത്തിലെ മേരിയൻ പ്രോവിൻസ് അംഗമായ സിസ്റ്റർ പ്രഭയ്ക്ക് സമൂഹതനയരുടെ ജൂബിലി ആശംസകൾ. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ അടിയറ വെച്ച് 50 കൊല്ലസ് കഴിയുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹവും കരുണയും എന്നുമെന്ന് പാടി സ്തുതിക്കാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ. വളരെ ചെറുപ്പത്തിലെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു മിഷനറി ആകണം എന്നുള്ള ചിന്ത വന്നത്, ആഗ്രഹം വന്നത്. പക്ഷെ അത് വീട്ടിൽ പറയാൻ പറ്റില്ലല്ലോ, 10ാം ക്ലാസ് കഴിയണം. 10ാം ക്ലാസ് കഴിഞ്ഞ് അവതരിപ്പിച്ചപ്പോൾ അതിന് ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായി. വീണ്ടും +2 കഴിയട്ടെ എന്ന് പറഞ്ഞ് C ഡിഗ്രി കഴിഞ്ഞു, P ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ സമരം ആരംഭിച്ചു. 3 കൊല്ലം വീട്ടിൽ ഒന്നും പഠിക്കാതെ പ്രാർത്ഥനയിൽ മാത്രം ചെലവഴിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം, ഒന്നും ചെയ്യാനില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് മിഷനറിമാർ ഒത്തിരിയേറെ തിരിച്ചു വരുന്നൊരു കാലഘട്ടം. എൻ്റെ അയൽപക്കങ്ങളിലെ ചേച്ചിമാരൊക്കെ മിഷനിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ അതും എൻ്റെ സന്യാസ ജീവിതത്തിന് തടസ്സം വഹിക്കുകയായിരുന്നു ഓരോ അനുഭവങ്ങളിലൂടെ. അതിനുശേഷം എന്നെ നാട്ടിൽ മടത്തി തരാൻ വീട്ടുകാർ അനുവദിച്ചു. അങ്ങനെ ഞാൻ ഹോളി ഫാമിലി സന്യാസ സഭ തിരഞ്ഞെടുത്തു. കാരിസമോ സ്ഥാപകരെയോ ഒന്നും അറിഞ്ഞിട്ടല്ല ഞാൻ വന്നത്. ഈശോ എനിക്കൊരു പ്രചോദനം നൽകി, ഇതാണ് നിന്റെ വിളി എന്നുള്ളത്. വന്ന് ഇവിടെ പ്രവേശിച്ചതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എൻ്റെ സ്വഭാവത്തോട് ഒത്തിരി ഏറെ അതിനകത്ത് സാമ്യമുള്ള ഒരു കാരിസമാണ്. പാവപ്പെട്ടവരെ സഹായിക്കുക, കുടുംബങ്ങളെ നവീകരിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക തുടങ്ങി ചെറുപ്പത്തിൽ ശീലിച്ച കുറേ കാര്യങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു വിധിയാണെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ തുടരുകയായിരുന്നു. എന്നാൽ യോഗശീറ്റിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു രോഗാവസ്ഥയിലേക്ക് കടക്കുകയാണ്. വേദനകളും പരിപാടികളുമായിട്ട് അന്ന് തുടങ്ങി. അത് കണ്ടിന്യൂ ചെയ്യുമ്പോഴും തമ്പുരാൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്വരം ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അവിടുന്ന് ആരംഭിച്ച എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ അനുവദിക്കുന്ന വഴികളിലൂടെ അല്പം സഹനം തന്നിട്ടാണെങ്കിലും ഈശോ എന്നെ ഇന്നും കൈവിടാതെ കാത്തു പരിപാലിക്കുന്നു, വഴി നടത്തുന്നു. നല്ല ദൈവത്തിന് നന്ദിയല്ലാതെ ഒന്നും പറയാനില്ല. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണെന്നും അവിടുത്തെ സ്നേഹം എന്നെന്നും നിലനിൽക്കുന്നതാണെന്നും അവിടുന്ന് നമ്മെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. അവിടുത്തെ സ്നേഹത്തിൽ എന്നും നിലനിൽക്കാൻ അവിടുത്തെ കരുത്ത് എന്നും നമുക്ക് ശക്തി നൽകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദിയോടെ എൻ്റെ ജീവിതത്തിൽ സമർപ്പണത്തെ ഓർക്കുന്നു. നന്ദി പറയും.